വചനം വചനം ത്രിയേക ദൈവമം വചനം. നെറ്റിയിൽ ചാരം പൂശി തപസ്സിൻ്റെ നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ ആദ്യ ഞായറാഴ്ച നമുക്ക് മുന്നിൽ സുവിശേഷകൻ പ്രതിപാദിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ പ്രലോഭനമാണ്. ആദ്യ മാതാപിതാക്കൾക്ക് അത് പറുദീസയായിരുന്നെങ്കിൽ ദൈവപുത്രന് അത് മരുഭൂമിയാണ്. ഓരോ പരീക്ഷണവും ദൈവസ്നേഹത്തിന് നേർക്കുള്ള വെല്ലുവിളിയാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ കാതൽ. ദൈവസ്നേഹത്തിനെതിരെ നിലപാടെടുക്കുവാനുള്ള ശ്രമങ്ങൾ എപ്പോഴൊക്കെയാണ് പിശാച് വിജയിപ്പിച്ചെടുക്കുക, അതനുസരിച്ചായിരിക്കും ആ ഭ്രമങ്ങൾക്കൊപ്പം നമ്മൾ വീണു പോവുക. നമ്മളെ കൊതിപ്പിച്ച് കാമനകളെ ഊതിപ്പെരിപ്പിച്ച് വിസ്മയങ്ങൾ നമ്മളിൽ ഉളവാക്കി അത് നമ്മളെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് എത്തിക്കും. തപസ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷണങ്ങളെയും പ്രലോഭനങ്ങളെയും അഭിമുഖീകരിക്കേണ്ട നാളുകൾ തന്നെയാണ്. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കേണ്ട നാളുകളല്ല. പല ചോദ്യങ്ങളുമായിട്ട് പിശാചിൻ്റെ രൂപത്തിൽ പ്രലോഭനൻ നമ്മുടെ മുന്നിൽ വരുമ്പോൾ ഉള്ളിൽ പ്രകാശമുള്ളവനാണ് അതിനെ അതിജീവിക്കുവാൻ കഴിയുക. നമ്മളെ ദൈവത്തിൻ്റെ മക്കളാക്കി മാറ്റുന്നതിൽ പരീക്ഷണങ്ങൾക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷണങ്ങളെ അതിജീവിക്കുവാൻ പ്രാർത്ഥനയുടെ ബലം ആവശ്യമാണെന്ന് ക്രിസ്തു മരുഭൂമിയിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പറുദീസയും ഇവിടെ സമൃദ്ധിയും പ്രലോഭനം ഉണ്ടാകുമ്പോൾ ഒന്നുമില്ലാത്തതിൻ്റെ മരുഭൂമിയിലെ മണലാര്യങ്ങളിലും പ്രലോഭകൻ സജീവമാണെന്ന് ഓർക്കുക. എന്താണ് യഥാർത്ഥത്തിൽ ഈ പരീക്ഷണം എന്ന് പറഞ്ഞാൽ? ചെറിയ സന്തോഷങ്ങളിൽ കുടുങ്ങിപ്പോവുക എന്നത് തന്നെയാണ്. ദൂരക്കാഴ്ചകൾ മറഞ്ഞു പോകുക എന്നത് തന്നെയാണ്. കുറച്ചു നേരത്തെ ആനന്ദത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ പലതും മറന്നു പോകുന്ന അവസ്ഥ. ഇതാണ് യഥാർത്ഥത്തിൽ പരീക്ഷണമെന്നല്ല. ക്രിസ്തു നേരിട്ട ഈ 3 പ്രലോഭനങ്ങളെ നമുക്കൊന്ന് വിലയിരുത്താം. ക്രിസ്തു നേരിട്ട ആദ്യത്തെ പരീക്ഷണം കല്ലിനെ അപ്പമാക്കി മാറ്റുക എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ വിശപ്പ് എന്നും നമുക്ക് ഏറെ അപകടം പിടിച്ചതാണല്ലോ. ആ ശരീരത്തിൻ്റെ വിശപ്പിനെ പൂർണ്ണമായിട്ടും അഭിമുഖീകരിക്കുകയും അതിനോടുള്ള മമതയെ വീണ്ടും വീണ്ടും ഊതിക്കാച്ചുകയാണ് പിശാച് ചെയ്യുക. ഇന്ന് ഹങ്കർ, ഇത് നമ്മുടെ സുഖലോലുപതയും ആർത്തിയെയും ലക്ഷ്യം വെക്കുന്നതാണ്. ഇന്ന് നമ്മൾ പറയുന്ന പോലെ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നതാണ് ഈ പ്രലോഭനം. ക്ഷമയില്ലാതെ എല്ലാം ഇപ്പോൾ തന്നെ വേണമെന്നുള്ള വാശി, എന്തും പെട്ടെന്ന് കിട്ടണമെന്നുള്ള വ്യക്തമായ മോഹം, അല്പസമയം കാത്തിരിക്കാനോ കുറച്ച് സമയത്തേക്ക് ക്ഷമയോടെ അതിനുവേണ്ടി ഒരുങ്ങുവാനോ സമയം കിട്ടാതെ പോകുന്ന അവസ്ഥ. കൊച്ചു സന്തോഷങ്ങൾ പെട്ടെന്ന് എനിക്ക് കണ്ടെത്തുകയും അതിനുവേണ്ടി തേടി അലയുകയും ചെയ്യുന്ന മനുഷ്യരുടെ ഈ ഒരു പ്രകൃതിയെയാണ് ആദ്യ പ്രലോഭനം വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ വെളിവാക്കുക. രണ്ടാമത്തെ പ്രലോഭനം ദേവാലയത്തിന് മുകളിൽ നിന്ന് ചാടുക. അറ്റൻഷൻ സീക്കിംഗ്, വാലിഡേഷൻ, ശ്രദ്ധയും അംഗീകാരവും നേടുക. അത്ഭുതം കാണിച്ച് ആളുകളുടെ കയ്യടി നേടുവാനും ദൈവത്തിൻ്റെ സ്നേഹം പരീക്ഷിക്കുവാനുമുള്ള പ്രലോഭനമാണിത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ പ്രലോഭനം നമ്മുടെ സോഷ്യൽ മീഡിയ സംസ്കാരത്തെ ഓർമ്മപ്പെടുത്തുന്നു. ആളുകളുടെ ലൈക്ക് കിട്ടുവാനും കൂടുതൽ ആളുകൾ എൻ്റെ വീഡിയോയും കണ്ടൻറ്റുകളും കണ്ട് ഒരു സോഷ്യൽ വാലിഡേഷൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് എത്ര ലൈക്ക് കിട്ടി എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ പലരുടെയും ഇന്നത്തെ സന്തോഷം പോലും. അതോടൊപ്പം തന്നെ പ്രദർശനപരത, സ്വന്തം ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ മാത്രം എഡിറ്റ് ചെയ്ത് മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫെക്റ്റ് ആണെന്ന് കാണിക്കുവാൻ നാം കാണിച്ചു കൂട്ടുന്ന ഒരുപാട് ശ്രമങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ
നമ്മൾ ആരാണെന്നല്ല, മറ്റുള്ളവർ നമ്മളെങ്ങനെ കാണുന്നു എന്നതിലാണ് നമ്മുടെ ശ്രദ്ധ കൂടുതൽ. പുറമേ നിന്നുള്ള കയ്യടികൾക്ക് വേണ്ടി നാം എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത്? അങ്ങനെ പുറമേയുള്ള കയ്യടികൾക്ക് വേണ്ടി നാം പരസ്പരം പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നോർക്കുക. അതൊരു പരീക്ഷണമാണ്. പിശാച് ക്രിസ്തുവിനൊരുക്കുന്ന മൂന്നാമത്തെ പരീക്ഷണം ആത്മാവിനെ പണയപ്പെടുത്തിയുള്ള വിജയമാണ്. പിശാചിനെ വണങ്ങുക, തിന്മയുമായി ഒത്തുതീർപ്പിലാകുക, കോംപ്രമൈസ് ചെയ്യുക എന്നത് തന്നെയാണ് ഇതിൻ്റെ അർത്ഥം. ജോലിസ്ഥലത്തോ രാഷ്ട്രീയത്തിലോ ബിസിനസ്സിലോ ജീവിതത്തിലോ സ്ഥാനമാനങ്ങളും വലിയ ഇരിപ്പിടങ്ങളും ലഭിക്കാൻ വേണ്ടി സ്വന്തം മനസ്സാക്ഷിയെ വഞ്ചിക്കുന്നത് ഇതിനുദാഹരണമാണ്. എൻ്റെ കരിയർ വളരണമെങ്കിൽ അല്പം കള്ളം പറയുന്നതിലും മറ്റൊരാളെ തകർത്ത് കളയുന്നതിലും എന്താണ് തെറ്റ് എന്നൊരു ചിന്താഗതിയാണിത്. ഇവിടെ നമ്മൾ വിജയത്തെ ദൈവമാക്കുന്നുണ്ട്. അധികാരഭ്രമം, ദ ലസ്റ്റ് ഫോർ പവർ. മറ്റുള്ളവരുടെ മേൽ അധികാരം സ്ഥാപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വ്യാജമായ സുരക്ഷിതാബോധമുണ്ട്. ഇന്ന് കുടുംബത്തിലോ സമൂഹത്തിലോ ആകാം, തൻ്റെ വാക്കിന് എല്ലാവരും വഴങ്ങണം എന്നൊരു വാശിയുണ്ട്. അത് മറ്റുള്ളവരെ തരം താഴ്ത്തിയാലും സ്വയം ഉയരുവാനുള്ള ശ്രമം. മനഃശാസ്ത്രത്തിൽ ഇതിനെ നാർസിസിസം എന്ന് പറയും. മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും തരം താഴ്ത്തി ഞാൻ വിജയിക്കണം, എപ്പോഴും ഞാനായിരിക്കണം എല്ലാത്തിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. ഇതൊരു പരീക്ഷണം തന്നെയാണ്. പ്രിയപ്പെട്ടവരെ, പരീക്ഷണം പലപ്പോഴും ശാപമായിട്ടാണ് നമ്മൾ കാണുക. സത്യത്തിൽ പരീക്ഷണം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ കാലഘട്ടമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ പരീക്ഷണത്തിലും സത്യത്തിൽ നമ്മൾ ആരാണെന്നത് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ദൈവം നമുക്കൊരു ചോയ്സ് നൽകുകയാണ്. ആ ചോയ്സിൽ സത്യമാണോ തിന്മയാണോ വിജയിക്കുന്നത്? ദൈവപുത്രനെ പോലെ പരീക്ഷണങ്ങളെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ, വ്യക്തമായ ബോധ്യങ്ങളുടെ വെളിച്ചത്തിൽ അഭിമുഖീകരിക്കുമ്പോൾ, അതിനെ അതിജീവിക്കുമ്പോൾ പരീക്ഷണങ്ങൾ അനുഗ്രഹമായി മാറുമെന്ന് ഓർക്കുക. ക്രിസ്തു നേരിട്ട പരീക്ഷണങ്ങൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമ്മൾ നേരിടുമ്പോൾ അതിനെ അതിജീവിക്കുവാനുള്ള ദൈവിക ചൈതന്യം നമുക്കുണ്ടാവട്ടെ.